ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ICT തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻട്രി മോഡലാണ്. അതായത് ഈ ഒരു എൻട്രി മോഡൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം, എവിടെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമ്മളൊന്ന് എടുത്തുള്ളത് GBP USD ആണ്. അതായത് അതിൽ എടുത്തുള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ ടൈം ഫ്രെയിം ആണ് ഇനീഷ്യലി എടുത്തുള്ളത്. ഈ ഒരു എൻട്രി മോഡലിന് നമുക്ക് ഇനീഷ്യലായിട്ട് വേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, നമ്മളവിടെ ജസ്റ്റ് സൂം ആക്കാം. നമ്മൾ ഇന്നത്തെ ഒരു എൻട്രി മോഡലിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു 1 ഡേ ക്യാൻഡിൽ, 1 ഡേ ടൈം ഫ്രെയിമിലെ ഒരു 1 ഡേ ക്യാൻഡിലിൻ്റെ ഹൈ ആൻഡ് ലോ. ഈ ഒരു 1 ഡേ ക്യാൻഡിലിൻ്റെ ഹൈയിലും 1 ഡേ ക്യാൻഡിലിൻ്റെ ലോയിലും എന്താ ഉള്ളത്? ലിക്വിഡിറ്റീസാണ് ഉള്ളത്. 1 ഡേ ക്യാൻഡിലിൻ്റെ ഹൈയിലും 1 ഡേ ക്യാൻഡിലിൻ്റെ ലോയിലും ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ഉണ്ട്. അവിടെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവും. അതായത് സാധാ ഹൈയിലും ലോയിലും ഉള്ളതിനും വെച്ച് കൂടുതൽ ഓർഡേഴ്സ് 1 ഡേ ക്യാൻഡിലിൻ്റെ ഹൈയിലും 1 ഡേ ക്യാൻഡിലിൻ്റെ ലോസിലും ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 1 ഡേ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെക്കുക. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും വരാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ? നെക്സ്റ്റ് ഒപ്പോസിറ്റ് ലിക്വിഡിറ്റി അപ്പോൾ മാർക്കറ്റിൽ എവിടെയായിരിക്കും? 1 ഡേ ക്യാൻഡലിൻ്റെ ലോല്. അത് നമുക്ക് മനസ്സിലായില്ലേ? അത് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അത് നമുക്ക് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 1 ഡേ ക്യാൻഡലിൻ്റെ ആ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് മനസ്സിലായില്ലേ? ആൻഡ് ദെൻ നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 1 അവർ ടൈം ഫ്രെയിമിലെ ആ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1 അവർ ടൈം ഫ്രെയിമിലെ ഹൈ എന്ന് പറയുന്നത് 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈ ആണത്. അതൊരു റാൻഡം ഹൈ അല്ല, ഒരു 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈ ആയതുകൊണ്ടാണ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത്. അതായത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിട്ടില്ല. മാർക്കറ്റ് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിട്ടുള്ളത്. അത് എന്താ റീസൺ? അത് 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അപ്പോൾ ആ ഹൈയിൽ എന്താ ഉള്ളത്? ലിക്വിഡിറ്റീസാണ് ഉള്ളത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഡയറക്റ്റ്ലി ആ ഒരു ഹൈയിലോട്ട് പോയിട്ട് അത് സ്വീപ്പ് ചെയ്തിട്ട് ഡൗണിലോട്ട് വരാനുള്ള റീസൺ. ഓക്കെ, ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആവണ പോലെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ 1 ഡേ ക്യാൻഡലിൻ്റെ ആ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് വരാനുള്ള പ്രോബിലിറ്റി എങ്ങോട്ടാണ് ഉള്ളത്? അതായത് 1 ഡേ ക്യാൻഡലിൻ്റെ ലോ, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ കണ്ടോ? ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത മാർക്കറ്റ് വരാനുള്ള പ്രോബിലിറ്റി ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ. അത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതായത് ഈ ലോ എന്ന് പറയുന്നത് 1 ഡേ ക്യാൻഡലിൻ്റെ ലോയും ഈ ഒരു ഹൈ എന്ന് പറയുന്നത് 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈയും ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. എൻ്റെ മാർക്കറ്റ് എങ്ങോട്ടാണ് വന്നിട്ടുള്ളത്? ഈ ഒരു ഓപ്പോസിറ്റ് ലിക്വിഡിറ്റിയിലോട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലായില്ലേ? നമുക്കിവിടെ ജസ്റ്റ് 1 അവർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ ലോസ് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ നമ്മൾ മുമ്പ് പ്രീവിയസ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ലോസിൻ്റെ അടിയിൽ എന്തുണ്ടാവും? ലിക്വിഡിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഇനീഷ്യൽ ടാർഗറ്റ് ആയിട്ട് എടുത്തൂടെ? അതായത് ഈ ഒരു ഈക്വൽ ലോസ് നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റും ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ലോ നമ്മുടെ ഫൈനൽ ടാർഗറ്റും. നമുക്ക് എപ്പോഴും നമ്മളൊരു സേഫ്റ്റി ആയിട്ട് ഒരു പാർഷ്യൽസ് ബുക്ക് ചെയ്യണം. അതായത് ഈ ഒരു ലോയിൽ നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫൈനൽ ടാർഗറ്റ് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഈക്വൽ ലോസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടില്ല എന്നുള്ളൂ, ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്കത് മനസ്സിലായി. ആൻഡ് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് വേണ്ടത്? ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുക? അതായത് നമുക്ക് ബിയറിഷിലോട്ടുള്ള എൻട്രി അല്ലേ വേണ്ടത്. അപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബിയറിഷിലോട്ട് എൻട്രി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ബിയറിഷിൽ എന്താ വേണ്ടത്? അതായത് ബിയറിഷ് MSS മാർക്കറ്റിൽ വരണം. അതായത് ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് നമുക്ക് മാർക്കറ്റിൽ തന്നിട്ടുണ്ടോ നമ്മൾ ജസ്റ്റ് നോക്കണം. അതായത് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ടോ നോക്കിയേ? തന്നിട്ടുണ്ട്. അതായത് ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഒരു MSS വാലിഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള റീസൺ എന്തായിരുന്നു? നമുക്ക് ജസ്റ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് MSS ആയി കൺസിഡർ ചെയ്യില്ല. ആ ഒരു MSS വാലിഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റ് തരുമ്പോൾ അവിടെ നമുക്കൊരു FVG വേണം. FVG ഇവിടെ ഉണ്ടോ നോക്കി? ആ ഒരു FVG ഇവിടെ ഉണ്ട്. ഓക്കെ,
അത് നമുക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും, മാർക്കറ്റ് ഈ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എൻട്രി എടുക്കാൻ പറ്റില്ലേ? നമ്മുടെ എൻട്രി മിസ്സായോ? നമ്മൾ എൻട്രി മിസ്സായി എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഈ എൻട്രി നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ വേറെ വഴിയില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവർക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് എന്തുകൊണ്ട് ടാപ്പ് ചെയ്തില്ല മാർക്കറ്റ്? അതായത് ഈ ഒരു ക്യാൻഡലിൽ ഈ ഒരു ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത്, ഈ ഒരു ഗ്രീൻ ക്യാൻഡലിലും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല, ആ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. അത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ ടു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആ ഒരു FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു FEG, ഇത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന FEG ആണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള FEG, അതിനുള്ളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്. അത് നമുക്ക് പ്രീവിയസ് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ബീറിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് ഈ ഒരു ബീറിഷ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗണിലോട്ട് ആ ഒരു പുഷ് തന്നിട്ടുള്ളത്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ നമുക്കൊരു FEG ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് കാണുന്ന പ്രൈസിൽ, ആദ്യം കാണുന്ന പോയിന്റിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. അല്ലാണ്ട് ഒരുപാട് മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഓക്കെ, അതായിരിക്കും കാരണം മാർക്കറ്റിൽ ഒരുപാട് പുഷ് സംഭവിക്കുന്ന സമയത്ത് ഇതൊരു ഹൈ പ്രോബിലിറ്റി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് കൊണ്ട് മാർക്കറ്റ് സഡനായിട്ട് പുഷ് മാർക്കറ്റിൽ തന്നേക്കാം. അപ്പോൾ മാർക്കറ്റ് ആ ഒരു സ്ട്രോങ് പുഷ് തരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ആ അത്രയ്ക്ക് ഡിസ്കൗണ്ടിലോട്ട് മാർക്കറ്റ് പോയിട്ട് ഡൗണിലോട്ട് വരണം എന്നില്ല. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അതായത് ഈ കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടു, അതായത് നമ്മുടെ ബീറിഷ് ഓർഡർ ബ്ലോക്ക് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ആ ഒരു മാർക്കറ്റ് ആ ഒരു ഷിഫ്റ്റ് തന്നതിന് ശേഷം ആ ഒരു 5 മിനിറ്റിലെ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ആ ഒരു 5 മിനിറ്റിലെ ബീറിഷ് ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു FEGയിൽ എന്തുകൊണ്ടാണ് ടാപ്പ് ചെയ്തിട്ടില്ലാന്ന്? ഓക്കെ, നമുക്കിവിടെ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? അതായത് ഈ ഒരു ഹൈയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കും. ആൻഡ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഈക്വൽ ലോ, അതായത് ഈ ഒരു ഈക്വൽ ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 1 അവർ ടൈം ഫ്രെയിമിൽ അതൊരു ഈക്വൽ ലോസ് ആയിരുന്നു. ആ ഒരു ഈക്വൽ ലോ നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് ആയിട്ട് നമ്മൾ വെച്ചു. അതായത് പാർഷ്യൽസ് നമ്മൾ ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ ആ പാർഷ്യൽസ് ബുക്ക് ചെയ്തു. ആൻഡ് ദെൻ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എവിടെ കൊണ്ടുവയ്ക്കും? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ 1 ഡേ ക്യാൻഡലിൻ്റെ ആ ഒരു ലോ അവിടെ കൊണ്ട് നമ്മുടെ ഫൈനൽ ടാർഗറ്റും വെച്ചു. ആൻഡ് ദെൻ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത് നോക്കിയേ. ആസ് സൂൺ ആസ് നമ്മൾ എൻ്റർ ചെയ്തു, കറക്റ്റായിട്ടുള്ള എൻട്രി നമ്മൾ ചൂസ് ചെയ്തു. നമുക്ക് കറക്റ്റായിട്ടുള്ള ആ 5 മിനിറ്റിലെ ബീറിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഒരു 5 മിനിറ്റിലെ ബീറിഷ് ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ഉടനെ നമ്മുടെ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു റിട്രേസ്മെൻറ്റ് നമുക്ക് എവിടെ തന്നിട്ടുള്ളത് ജസ്റ്റ് നോക്കിയേ. മാർക്കറ്റ് ഈ ഒരു ഈക്വൽ ലോ സ്വീപ്പ് ചെയ്തിട്ട് ജസ്റ്റ് മേലെ പോണ പോലെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു. അതായത് ഈക്വൽ ലോ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോണ പോലെ മാർക്കറ്റ് കാണിച്ചു. അതായത് ഈ ഒരു ഈക്വൽ ലോ സ്വീപ്പ് ചെയ്തു. അപ്പോൾ കൂടുതലായിട്ടുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? മാർക്കറ്റ് ഈക്വൽ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മേലോട്ട് പോകുമെന്ന് വിചാരിക്കില്ലേ? അപ്പോൾ ആൾക്കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർ ബൈ ഓർഡർ പ്ലേസ് ചെയ്യും. ആൻഡ് ദെൻ മാർക്കറ്റ് ജസ്റ്റ് മേലോട്ട് പോണ പോലെ കാണിച്ചിട്ട് അവരിനെ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലോട്ട് വരും. ഇതിനാണ് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് വ്യൂ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലെ ചെറിയ മാനിപ്പുലേഷൻസ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ.